നമസ്കാരം. പ്രധാന വാർത്തകൾ. ചിങ്ങമാസത്തിലെ ആദ്യ ഞായറാഴ്ചയായ നാളെ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ 434 വിവാഹങ്ങൾ നടക്കും. ചരിത്രത്തിൽ ആദ്യമായാണ് ഒറ്റ ദിവസം ഇത്രയധികം വിവാഹങ്ങൾ നടക്കുന്നത്. താലികെട്ടിന് തൊട്ടു മുമ്പ് വരെ വിവാഹം ഷീട്ടാക്കാം എന്നതിനാൽ നിലവിലെ എണ്ണം ഇനിയും വർദ്ധിക്കാൻ സാധ്യത. കുന്നംകുളത്തെ ഓണാഘോഷങ്ങളിലെ അനിവാര്യതയായ ഓണത്തല്ല് 27-ന് നടക്കും. രണ്ടോണ ദിവസം കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ സജ്ജമാക്കുന്ന പ്രത്യേക വേദിയിലാണ് ഓണത്തല്ല് അരങ്ങേറുക. നാട് ഓണാഘോഷ തിമിർപ്പിൽ. സ്കൂളുകളിലും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വൈവിധ്യമാർന്ന ഓണാഘോഷങ്ങൾ അരങ്ങേറുമ്പോൾ ഓണച്ചന്തകളിലും തിരക്ക്. വാർത്തകൾ വിശദമായി. ചിങ്ങമാസത്തിലെ ആദ്യ ഞായറാഴ്ചയായ നാളെ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ 434 വിവാഹങ്ങൾ നടക്കും. ചരിത്രത്തിൽ ആദ്യമായാണ് ഒറ്റ ദിവസം ഇത്രയധികം വിവാഹങ്ങൾ നടക്കുന്നത്. താലികെട്ടിന് തൊട്ടു മുമ്പ് വരെ വിവാഹം ഷീട്ടാക്കാം എന്നതിനാൽ നിലവിലെ എണ്ണം ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. 2024 സെപ്റ്റംബർ 8-ന് 334 വിവാഹങ്ങൾ നടന്നതാണ് നിലവിലെ റെക്കോർഡ്. ഈ റെക്കോർഡിനേക്കാളും 100 വിവാഹങ്ങൾ അധികമാണ് നാളെ നടക്കാൻ പോകുന്നത്. ഓണാവധിയായതിനാൽ ദർശനത്തിനും വലിയ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. തിരക്ക് കണക്കിലെടുത്ത് ദേവസ്വവും നഗരസഭയും പോലീസും സംയുക്തമായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. വിവാഹങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പുലർച്ചെ 4 മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. താലികെട്ടിനായി 6 മണ്ഡപങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. പ്രത്യേകമായി താൽക്കാലിക ബാരിക്കേഡുകളും കൗണ്ടറുകളും ഒരുക്കിയാണ് വിവാഹ സംഘത്തെ നിയന്ത്രിക്കുന്നത്. ക്ഷേത്രത്തിനകത്തും പുറത്തും പൂർണ്ണമായും വൺവേ സംവിധാനമായിരിക്കും. ക്ഷേത്രനഗരിയിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി ഇന്നർ ഔട്ടറിംഗ് റോഡുകളിൽ പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണത്തിനും സുരക്ഷാ ക്രമീകരണങ്ങൾക്കുമായി 100ഓളം അധിക പോലീസിനെ ക്ഷേത്ര നഗരിയിൽ വിന്യസിക്കും. അവധിയിൽ പോയ ദേവസ്വത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരെ തിരികെ വിളിച്ചിട്ടുണ്ട്. അവസാനഘട്ട വിലയിരുത്തലുകൾക്കായി ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. തുടർന്ന് വിവിധ വകുപ്പുതല മേധാവികൾ ക്ഷേത്ര പരിസരത്ത് പരിശോധന നടത്തി. സിന്തറ്റിക് ലഹരിയുമായി വടക്കാഞ്ചേരി സ്വദേശിയെ തൃശൂർ സിറ്റി ഡാൻസ് ഓഫ് സംഘം മണ്ണുത്തിയിൽ നിന്ന് പിടികൂടി. വടക്കാഞ്ചേരി തെക്കുംകര സ്വദേശി തൈപ്പറമ്പിൽ ഹബീബ് റഹ്മാനെയാണ് സിറ്റി ഡാൻസ് ഓഫ് സംഘവും മണ്ണുത്തി പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ഈ മാസം 10ഓളം മയക്കുമരുന്ന് കേസുകളാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. KSRTC പുതുതായി ആരംഭിച്ച അത്യാധുനിക എക്സിക്യൂട്ടീവ് AC വോൾവോ ലക്ഷറി ബസ് സർവീസിന് കുന്നംകുളം നഗരത്തിൽ പൌരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം തിങ്കൾ മുതൽ വെള്ളി വരെ തിരുവനന്തപുരം എറണാകുളം സർവീസിന് പുറമെ മാസത്തിലെ ശനി ഞായർ ദിവസങ്ങളിൽ ഈ പ്രീമിയം സർവീസ് കുന്നംകുളത്തേക്കും നീട്ടിയിട്ടുണ്ട്. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സ്ഥിരം സമിതി അധ്യക്ഷരായ T സോമശേഖരൻ, മിഷ സെബാസ്റ്റ്യൻ, ആർഷ ജിജു, UDF നേതാക്കളായ ജയസിംഗ് കൃഷ്ണൻ, PI തോമസ്, പ്രസാദ് പുലക്കോട്ടിൽ, ബിജു C ബേബി തുടങ്ങി ജനപ്രതിനിധികളും പ്രമുഖരും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ പ്രസിഡന്റ്, ഡ്രൈവർ, മറ്റ് സ്റ്റാഫുകൾ എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ദീർഘദൂര യാത്രക്കാർക്ക് മികച്ച യാത്രാനുഭവം ഉറപ്പു നൽകുന്ന ബിസിനസ് ക്ലാസ് ബസ്സിൽ 36 പ്രീമിയം റീക്ലൈനിംഗ് സീറ്റുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഓരോ സീറ്റിലും വ്യക്തിഗത വിനോദ സംവിധാനങ്ങൾ, USB ചാർജിംഗ് പോർട്ടുകൾ, സൗജന്യ വൈഫൈ എന്നിവയ്ക്ക് പുറമെ മിനി റെഫ്രിജറേറ്ററും കോഫി മേക്കറും അടങ്ങുന്ന പാൻട്രി സൗകര്യവും ടോയ്ലറ്റും സജ്ജീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:30 പുറപ്പെടുന്ന ബസ് കൊല്ലം മയത്തിൽ, ആലപ്പുഴ, കൊമാടി ഹൈക്കോടതി വഴി 9:45-ന് എറണാകുളത്തെത്തും. തിരികെ വൈകിട്ട് 5:30-ക്ക് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് രാത്രി 9:45-ന് തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്ന രീതിയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. യാത്രക്കാർക്ക് ഓൺലൈനായി ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും KSRTC ഒരുക്കിയിട്ടുണ്ട്. ഗജവീരൻ മംഗലാംകുന്ന് ഗണേശൻ ചെരിഞ്ഞു. മംഗലാംകുന്നിലെ ആനത്തറയിൽ വിദഗ്ധ ചികിത്സയിൽ കഴിയുകയായിരുന്നു അന്ത്യം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുഴഞ്ഞു വീണതോടെയാണ് ആനത്തറയിൽ എത്തിച്ച ചികിത്സ ആരംഭിച്ചത്. എന്നാൽ ആരോഗ്യനില വഷളാവുകയായിരുന്നു. നേരത്തെ ആറാട്ട് ഉത്സവത്തിൽ മംഗലാംകുന്ന് ഗണേശനെ മുറിവുകളോടെ എഴുന്നള്ളിച്ചത് വിവാദമായിരുന്നു. പരിശോധനയിൽ 6 മുറിവുകൾ വനം വകുപ്പ് കണ്ടെത്തിയിരുന്നു. പ്രശ്നമായതോടെ ആനയെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിക്കുകയായിരുന്നു. മുറിവിൽ തുണി വെച്ചായിരുന്നു ആനയെ എഴുന്നള്ളിച്ചത്. മാതങ്കലീലയിലെ ലക്ഷണശാസ്ത്രത്തിൽ പറഞ്ഞ വലിയൊരളവ് ലക്ഷണങ്ങളും ഒത്ത ആനയായിരുന്നു മംഗലാംകുന്ന് ഗണേശ്. തൃക്കേട്ട് നാളിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഒരുക്കിയ ഉണ്ണിക്കണ്ണന്റെ പൂക്കളം ഭക്തരുടെ മനം കവർന്നു. പീലിത്തിരിമുടിയും മടിയിൽ തിരുകിയ ഓടക്കുഴലുമായി പുറംതിരിഞ്ഞു നിൽക്കുന്ന കണ്ണന്റെ വിസ്മയകരമായ രൂപമാണ് ഒരുക്കിയത്.
പുറം കൈകളിൽ താമരപ്പൂക്കളും പിടിച്ചു നിൽക്കുന്ന ദിവ്യഭാവം ഒറ്റ നോട്ടത്തിൽ തന്നെ കാണികളെ ആകർഷിക്കുന്നതായിരുന്നു. 12 അടി നീളത്തിലും 8 അടി വീതിയിലുമായി തീർത്ത പൂക്കളം ജീവൻ തുടിക്കുന്ന തരത്തിലായിരുന്നു. ഭക്തിയുടെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമായ പൂക്കളം ഭക്തമനസ്സുകളിൽ ഇടം പിടിച്ചു. ക്ഷേത്ര ദർശനത്തിന് എത്തിയവർ പൂക്കളത്തിന് മുന്നിലും തൊഴുകൈകളോടെ നിമിഷനേരമെങ്കിലും നിന്നു. പൂക്കളത്തിന്റെ പശ്ചാത്തലത്തിൽ ചിത്രങ്ങളും വീഡിയോകളും പകർത്തി മനോഹര ഓർമ്മകളെ കൂടെ കൂട്ടാൻ കുട്ടികളും മുതിർന്നവരുമടക്കം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. എടക്കളത്തൂർ ദേശാഭിമാനി നാടകോത്സവത്തിന്റെ 6ാം ദിവസം ചങ്ങനാശ്ശേരി അണിയറയുടെ തിര എന്ന നാടകം അരങ്ങേറി. നാടകോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സദസ്സിൽ മുൻ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. ചങ്ങനാശ്ശേരി അണിയറ അവതരിപ്പിക്കുന്നു തിര. The number you are calling is either switched off or not reachable at the moment. എന്റെ ഇഷ്ടത്തിന് വളർത്തണം, ഞാൻ നിശ്ചയിക്കും നിന്റെ ജീവിതം. ബുദ്ധിമുട്ടുണ്ടോ സോണി? നിന്നോടാ ബുദ്ധിമുട്ടുണ്ടോ എന്ന്? ഇല്ല അപ്പച്ച പറയുന്നത് എന്തോ ഞാൻ കേട്ടോളാം. വലുതായ മക്കളെ ഇങ്ങനെ ചെയ്യുന്നത് ടോക്സിക് പാരന്റിംഗ്. തോളൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഹരികൃഷ്ണൻ, ബാലൻ മാണിയോട്ട്, ഗിരീഷ് രവി, ഗിരീഷ് കൽപ്പകത്തൂർ, PU ലിംസൺ മാസ്റ്റർ, ഹൈദ്രാലി മക്കത്ത് എന്നിവർ സംബന്ധിച്ചു. സാംസ്കാരിക പ്രവർത്തനം തന്നെ ഒരു സമരമായി മാറുന്ന വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു ആഗോളവൽക്കരണ കാലമാണിത്. 39 വർഷം തുടർച്ചയായി അത്യാധുനികതയുടെ തേരിൽ പുതുലോകം യാത്ര ചെയ്യുമ്പോൾ നാടിന്റെ നല്ല നന്മകളെയും അടിസ്ഥാന സമ്പത്തിനെയും തൊട്ട് മുന്നോട്ടു പോകാൻ പറ്റുന്നൊരാശയം തന്നെ ഗംഭീരമാണെന്ന് സാംസ്കാരിക സദസ്സിന് ശേഷം CCTVയോട് പ്രതികരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. ശൈവ നാടകോത്സവം ഒരു നവാനുഭവമാണ്. പുതിയൊരു കാലത്ത് പ്രത്യേകിച്ച് സംഘാടനവും ഒത്തുചേരലും അപകടകരമായിട്ടുള്ള ചില പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ഘട്ടത്തിൽ 39 വർഷം ഒരു നാടകോത്സവം പിന്നിടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഉദാത്തമായതിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത്യാധുനികതയുടെ തേരിൽ പുതുലോകം യാത്ര ചെയ്യുമ്പോൾ നാടിൻ്റെ നന്മകളെയും നാടിൻ്റെ അടിസ്ഥാന സമ്പത്തിനെയും തൊട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരാശയം തന്നെ വളരെ ഗംഭീരമാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹിക പ്രവർത്തനവും ഒരു സാംസ്കാരിക അനുഭവമാണെന്ന് വരാൻ കഴിയുന്ന ഒരു മനസ്സ് കൊണ്ടുവരണം. ദേശാഭിമാനിയുടെ വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. ഇതിനെ കുറച്ചുകൂടി വ്യാപിപ്പിക്കാൻ ആലോചിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിലേക്ക് ഈ ആശയം പറിച്ചു നടാൻ കൂടി പറ്റുമോ എന്നന്വേഷിക്കാനുള്ള ഒരു പരീക്ഷണവും പരിശോധനയും കൂടിയാണ് ഈ യാത്രകൾ. വളരെ ധന്യമായിട്ടുള്ളൊരു യാത്രയായിട്ടാണ് ഇതിനെ തോന്നുന്നത്. രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ഒരു സാംസ്കാരിക അനുഭവമാണ് എന്ന് പറയാൻ കഴിയുന്നത് ദേശാഭിമാനിയുടെ മാതൃകാപരമായ പ്രവർത്തനമാണ്. അതിനെ വ്യാപിപ്പിക്കാൻ ആലോചിക്കേണ്ടതുണ്ട്. DYFI സമ്മേളനവേദിയിൽ അവതരിപ്പിച്ച മിസ എന്ന നാടകത്തിലെ ഏതാനും ഭാഗങ്ങൾ അടർത്തിമാറ്റി വിവാദം സൃഷ്ടിക്കുന്നതിനെതിരെയും അദ്ദേഹം പ്രതികരിച്ചു. കാര്യങ്ങളെ ശരിയായ വിധത്തിൽ കാണാൻ പറ്റാത്ത താൽപര്യക്കാർ വളർന്നുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടിയന്തരാവസ്ഥയുടെ ഏറ്റവും അപകടകരമായ മുഹൂർത്തത്തിലുണ്ടായൊരു യാഥാർത്ഥ്യത്തെ ഒരു ജയിലറയ്ക്കകത്ത് ഒരു സ്ത്രീ അനുഭവിപ്പിക്കപ്പെട്ട മാനസികവും ശാരീരികവുമായ പീഡനങ്ങളും ലോകത്തോട് തന്നെയുള്ള അവരുടെ യാത്രയും സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ ഏറ്റവും ശരിയായ വിധത്തിൽ ഒരു സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. PJ ആന്റണി നിർമ്മാല്യത്തിൽ അവതരിപ്പിച്ച വെളിച്ചപ്പാട് ഇനി ഉണ്ടാകില്ല എന്ന് പറയുന്ന പോലെ ഇന്ന് ആ വെളിച്ചപ്പാട് ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ളതിന്റെ ചില സൂചനകൾ മാത്രമാണ് ഈ കഥാപാത്രത്തിനോടുള്ള സംഘടിതമായിട്ടുള്ള ചില താൽപര്യക്കാരുടെ ധാരണ. അവർ സംസ്കാരത്തെ അറിയാത്തവരാണ്, നാടകത്തെ അറിയാത്തവരാണ്. നാടകാനുഭവങ്ങളുടെയും പ്രതികരണത്തിന്റെയും രൂപങ്ങളെപ്പോലും ആക്രമിക്കപ്പെടുന്നു. വളരെ ജാഗ്രതയോടെ സമൂഹം നിലനിൽക്കേണ്ടതുണ്ടെന്നും രാജൻ കൂട്ടിച്ചേർത്തു. കാര്യങ്ങളെ ശരിയായ വിധത്തിൽ കാണാൻ പറ്റാത്ത ഒരു താല്പര്യക്കാർ വളർന്നു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടിയന്തരാവസ്ഥയുടെ ഏറ്റവും അപകടകരമായ മുഹൂർത്തത്തിൽ ഉണ്ടായൊരു യാഥാർത്ഥ്യത്തെ, ഒരു ജയിലറയ്ക്കകത്ത് ഒരു സ്ത്രീ അനുഭവിക്കപ്പെട്ട മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനവും അതിനുശേഷം ലോകത്തോട് തന്നെയുള്ള അവരുടെ യാത്രയും സൂചിപ്പിക്കുന്നൊരു വളരെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ ഏറ്റവും ശരിയായ വിധത്തിൽ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. PJ ആന്റണി നിർമ്മാല്യത്തിൽ അവതരിപ്പിച്ച ആ വെളിച്ചപ്പാടിനി ഉണ്ടാകില്ല എന്ന് പറയുന്നത് പോലെ ഇന്ന് ആ വെളിച്ചപ്പാടുണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ളതിൻ്റെ ചില സൂചനകൾ മാത്രമാണ് ഈ കഥാപാത്രത്തിനോടുള്ള സംഘടിതമായിട്ടുള്ള ചില താല്പര്യക്കാരുടെ ധാരണ. അവർ സംസ്കാരത്തെ അറിയാത്തവരാണ്, നാടകത്തെ അറിയാത്തവരാണ്. ഇപ്പോൾ VCയുടെ ശവസംസ്കാരം നടത്തിയെന്നൊക്കെ പറയുന്നത് പോലെയുള്ള നാടകാനുഭവങ്ങളുടെയും പ്രതികരണത്തിൻ്റെയും രൂപങ്ങളെപ്പോലും ആക്രമിക്കപ്പെടുന്നു. വളരെ ജാഗ്രതയോടെ സമൂഹം നിൽക്കേണ്ടതുണ്ട്.
അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് ഗുരുവായൂർ ദേവസ്വം നൽകി വരുന്ന ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരത്തിന് പ്രശസ്ത നങ്ങ്യാർകൂത്ത് കൂടിയാട്ടം കലാകാരി കലാമണ്ഡലം ഗിരിജാദേവിയെ തെരഞ്ഞെടുത്തു. 55,555 രൂപയും ഗുരുവായൂരപ്പന്റെ രൂപം മുദ്രണം ചെയ്ത 10 ഗ്രാം സ്വർണ്ണ പതക്കവും ബലകവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. അഷ്ടമി രോഹിണി ദിവസമായ സെപ്റ്റംബർ 4 രാത്രി 9 മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മന്ത്രി കെ മുരളീധരൻ പുരസ്കാരം സമ്മാനിക്കും. മണലൂർ നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA നേതൃത്വം നൽകുന്ന നവമണലൂർ വികസന പദ്ധതിയുടെ ഭാഗമായി നവമ സാഹിത്യോത്സവത്തിന് തുടക്കമായി. മനുഷ്യവിഭവശേഷിയുടെ വികസനത്തിനും കുട്ടികളിലെ സർഗാത്മകവും കലാസാഹിത്യപരവും കായികപരവുമായ അഭിരുചികളെ കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിനായാണ് നവമ സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത്. ആഗസ്റ്റ് 22, 23, 24 തീയതികളിൽ മണലൂർ മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഗുരുവായൂർ നഗരസഭയിലെ തൈക്കാട് മേഖലയിലുമായി സംഘടിപ്പിക്കുന്ന നവമ സാഹിത്യോത്സവത്തിന്റെ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം പ്രസിദ്ധ സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ നിർവഹിച്ചു. മനുഷ്യഭക്ഷ വികസനത്തിന്റെ മാതൃകാ പദ്ധതിയാണ് നവമണലൂർ കാർബൺ ന്യൂട്രൽ പദ്ധതിയെന്ന് അശോകൻ ചെരുവിൽ അഭിപ്രായപ്പെട്ടു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA മുഖ്യാതിഥിയായി. എളവള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല അധ്യക്ഷനായി. പ്രസാദ് കാക്കശ്ശേരി, PG സുബിദാസ്, RA അബ്ദുൾ ഹക്കീം, CT ജാൻസി, ആനി ജോസ്, ശ്രീബിദ ഷാജി, സതി അനിൽകുമാർ, PU രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. കഥാരചന, കവിതാരചന, പുസ്തകാസ്വാദനം എന്നിവയിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കു വേണ്ടിയാണ് സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വായനശാലകൾ, സഹകരണ സംഘങ്ങൾ, പൊതുവിദ്യാലയങ്ങൾ, കലാസാംസ്കാരിക സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത്. പുസ്തക പ്രദർശനം, ഘോഷയാത്ര തുടങ്ങിയ അനുബന്ധ പരിപാടികളും നടക്കും. നാടകകളരികൾ, ചിത്രരചനാ ക്യാമ്പുകൾ, ചലച്ചിത്ര പരിശീലന പരിപാടികൾ, കായികോത്സവങ്ങൾ എന്നിവയും സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. UP, LP വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുള്ള ശില്പശാലകളും നടത്തും. പഞ്ചായത്തു തലത്തിൽ കുട്ടികളുടെ രചനകൾ സമാഹരിച്ച് പ്രസിദ്ധീകരിക്കും. തുടർന്ന് പ്രതിമാസ രചനാ പരിശീലന ശില്പശാലകൾ സംഘടിപ്പിക്കും. മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇന്നാരംഭിച്ച സാഹിത്യോത്സവം 23-ന് സമാപിക്കും. തുടർന്ന് മണ്ഡലം തല സാഹിത്യോത്സവം സെപ്റ്റംബർ 12, 13 തീയതികളിൽ നടത്തും. ഇനി ഓണവിശേഷം. കുന്നംകുളത്തെ ഓണാഘോഷങ്ങളിലെ അനിവാര്യതയായ ഓണത്തല്ല് 27-ന് നടക്കുമെന്ന് സംഘാടകരായ പോപ്പുലർ ആർട്സ് ആൻഡ് സ്പോർട്സ് സെന്റർ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രണ്ടോണ ദിവസം കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ സജ്ജമാക്കുന്ന പ്രത്യേക വേദിയിലാണ് ഓണത്തല്ല് നടക്കുക. കുന്നംകുളത്തെ ഓണാഘോഷത്തിൽ അവിഭാജ്യ ഘടകമായി വർഷങ്ങളായി തുടർന്നുവരുന്ന ഓണത്തല്ല് അഥവാ കയ്യാങ്കളി പയറ്റിത്തെളിഞ്ഞ മെയ് അഭ്യാസികളുടെ മാസ്മരിക പ്രകടനം കൊണ്ട് ശ്രദ്ധേയമാണ്. തെക്കഞ്ചേരി, വടക്കഞ്ചേരി എന്നീ 2 ചേരികളിലായാണ് അഭ്യാസികൾ മെയ് പയറ്റിനിറങ്ങുക. വടക്കഞ്ചേരിയെ വാപ്പനു ആശാനും തെക്കഞ്ചേരിയെ മൊയ്തു ആശാനും നയിക്കും. കുഞ്ഞിവാപ്പു, സുലൈമാൻ എന്നിവർ പയറ്റ് നിയന്ത്രിക്കുന്ന ചായ്ക്കന്മാരാകും. 27-ാം തീയതി ഉച്ചയ്ക്ക് 2:30-ന് കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് കയ്യാങ്കളി പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. AC മൊയ്തീൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കും. ഓണത്തല്ലിനൊപ്പം ഞമനേങ്ങാട് ബോധിധർമ്മ അക്കാദമി ടീമിന്റെ കരാത്തെ, ദോ കൊമ്പ്, ദോ പ്രദർശനവും ഉണ്ടായിരിക്കും. പതിറ്റാണ്ടുകളായി കുന്നംകുളത്ത് നടക്കുന്ന ഓണത്തല്ലിന് സർക്കാർ നൽകി വന്നിരുന്ന ഗ്രാന്റ് 9 വർഷമായി മുടങ്ങിക്കിടക്കുകയാണ്. സർക്കാരിന്റെയോ നഗരസഭയുടെയോ സാമ്പത്തിക സഹായങ്ങളില്ലാതെയാണ് പോപ്പുലർ ക്ലബ്ബ് വർഷങ്ങളായി ഓണത്തല്ല് സംഘടിപ്പിച്ചു വരുന്നതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. മാത്യു ചെമ്മണ്ണൂർ, ഡെർബി ചീരൻ, MK ശിവദാസൻ, വേണുഗോപാൽ ഏറത്ത്, ജിമ്മി ഐപ്പുരു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നാട് ഓണത്തിന്റെ ആഘോഷത്തിമിർപ്പിലാണ്. പരീക്ഷകൾക്ക് വിരാമമായതോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂക്കളവും പുലിക്കളിയും തിരുവാതിരയും കലാമത്സരങ്ങളും ഓണസദ്യയും വാദ്യവിരുന്നുകളുമൊക്കെയായി ആഘോഷത്തിന്റെ നിറവിൽ മുങ്ങി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വൈവിധ്യമാർന്ന ഓണാഘോഷ പരിപാടികളാണ് അരങ്ങേറിയത്. ഓണച്ചന്തകളിലും തിരക്കേറി. നാടൊട്ടാകെ ഉത്സവ ചൈതന്യം നിറയ്ക്കുന്ന ഓണവിശേഷങ്ങളിലേക്ക്. പുന്നയൂർ കൃഷിഭവന്റെ ഓണം സമൃദ്ധി വിപണിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം ആദ്യ വിൽപ്പന നടത്തി ഉദ്ഘാടനം ചെയ്തു. പൊന്നോത്ത് ഉമ്മർ ഹാജി ഏറ്റുവാങ്ങി. ഓണത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള വിഷരഹിത പച്ചക്കറികൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുന്നതിനായി പുന്നയൂർ കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് ഓണച്ചന്ത പ്രവർത്തനം തുടങ്ങിയത്.
പ്രാദേശിക കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിച്ച പുതിയ പച്ചക്കറികളാണ് ചന്തയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ചിരിക്കുന്നത്. പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള പച്ചക്കറികൾ ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ കർഷകരിൽ നിന്നും നേരിട്ട് ഇവിടെ നിന്നും ലഭ്യമാകും. ഓണച്ചന്ത ഓഗസ്റ്റ് 25 വരെ പുന്നിയൂർ പഞ്ചായത്തിന് മുന്നിലുള്ള ബിൽഡിംഗിൽ തുടരുമെന്നും പ്രസിഡന്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചു. വൈസ് പ്രസിഡന്റ് IP രാജേന്ദ്രൻ അധ്യക്ഷനായി. CDS ചെയർപേഴ്സൺ നസിയ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീറ അഹമ്മദ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വാർഡ് മെമ്പർമാർ, കർഷകർ എന്നിവർ പങ്കെടുത്തു. കൃഷിഭവൻ ഓഫീസർ K ഗംഗാദത്തൻ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് സൗമ്യ നന്ദിയും പറഞ്ഞു. കൃഷിഭവൻ ജീവനക്കാരായ സ്നേഹ, സനൽ, ഗീത, ഷീബ, സൗദാമിനി, ജിഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓണറേറിയത്തിൽ നിന്നും ഓണക്കോടി സമ്മാനിച്ച് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കാട്ടകമ്പാൽ പഞ്ചായത്ത് 11ാം വാർഡ് പഴഞ്ഞി ഈസ്റ്റ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായ K ജയശങ്കർ, 12ാം വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ മിനി ഐപ്പ് എന്നിവരാണ് ഓണറേറിയത്തിൽ നിന്നും വാർഡിലെ തൊഴിലുറപ്പ്, അങ്കണവാടി ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉൾപ്പെടെ 70 പേർക്ക് ഓണക്കോടി നൽകിയത്. ഇവർക്കായി ഓണസദ്യയും ഒരുക്കി. പഴഞ്ഞി ക്രസന്റ് കോളേജിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ്, ജനപ്രതിനിധികളായ ജിൻസി സജു, CT ഷാജു, സന്ധ്യ ഷിബു, തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായി. തിരുവള്ളൂർ സ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് ടീം അംഗങ്ങളുടെ നേതൃത്വത്തിൽ റോബോ ഓണം സംഘടിപ്പിച്ചു. ചുണ്ടൻ വെള്ളത്തിന്റെ മാതൃക തയ്യാറാക്കി റോബോട്ടിക് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ അതിലെ പങ്കായം ചലിപ്പിച്ചാണ് വിദ്യാർത്ഥികൾ വേറിട്ടൊരു ഓണാഘോഷ മാതൃക ഒരുക്കിയത്. പ്രധാനാധ്യാപിക ജിഷ റോബോട്ട് ഓണം ഉദ്ഘാടനം ചെയ്തു. ലിറ്റിൽ കൈറ്റ്സ് മെന്റർമാരായ മഞ്ജു ജോർജ്, ഷിജി ആന്റണി എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളായ മുഹമ്മദ് തഫ്ഹീം, ഗബ്രിയേൽ V ജോബി, സൂര്യദേവ്, റുഫൈദ സാറ, അനഖ MV, ഫാത്തിമ റിസ എന്നിവർ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വേലൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ കവിത ടീച്ചർ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഹൈസ്കൂൾ അധ്യാപകരുടെ തിരുവാതിരക്കളിയോടെയാണ് ഓണാഘോഷത്തിന് തുടക്കമായത്. പ്രധാനാധ്യാപകൻ അനീഷ് മാസ്റ്റർ, PTA പ്രസിഡന്റ് ഷജീന നാസർ എന്നിവർ സംസാരിച്ചു. PTA സമാഹരിച്ച ഫണ്ട് ഉപയോഗിച്ചു വാങ്ങിയ പുതിയ സ്പീക്കർ PTA പ്രസിഡന്റ് സ്കൂളിന് നൽകി. കേച്ചേരിയിലെ സ്വകാര്യ സ്ഥാപനം സ്പോൺസർ ചെയ്ത സീനിയർ ഫുട്ബോൾ ടീമിനുള്ള ജേഴ്സിയും ചടങ്ങിൽ വിതരണം ചെയ്തു. തുടർന്ന് കസേരകളി, മാവേലിക്ക് മീശവരക്കൽ, വടംവലി തുടങ്ങി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. ഓണത്തിനോടനുബന്ധിച്ച് എരുമപ്പെട്ടി പഞ്ചായത്ത് 19ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 100ൽ പരം കുടുംബങ്ങൾക്ക് അരി വിതരണം നടത്തി. കരിയന്നൂരിൽ നടന്ന ചടങ്ങ് KPCC ജനറൽ സെക്രട്ടറി PT അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് റസാഖ് പൂക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. KPCC അംഗം ജോസഫ് ചാലിശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി PS സുനീഷ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MM നിഷാദ്, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് NK കബീർ, MK രഘു, MA ഉസ്മാൻ, മീന ശലമോൻ, സുജാത തുളസി, അമ്പലപ്പാട്ട് മുരളീധരൻ എന്നിവർ സംസാരിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കലിക 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘോഷത്തിൽ ബദനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ സക്കറിയ OAC, സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, PTA പ്രസിഡന്റ് PK ബ്രീസ്, PTA വൈസ് പ്രസിഡന്റ് ഷൈനി പ്രജോത്, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ ഓണാശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കായി ഓണപ്പാട്ട്, വടംവലി, കസേരകളി എന്നിങ്ങനെ വിവിധ മത്സര ഇനങ്ങളും സംഘടിപ്പിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് പായസ വിതരണവും നടത്തി. സ്കൂൾ പീപ്പിൾ ലീഡർ മുഹമ്മദ് നാജി, അസിസ്റ്റന്റ് സ്കൂൾ പീപ്പിൾ ലീഡർ നവനീത് R നായർ, അധ്യാപകരായ ജെസി വർഗീസ്, PC റൂമി, സ്നിയ തെരേസ എന്നിവരും 11ാം ക്ലാസ് വിദ്യാർത്ഥികളും ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ പന്നിത്തടം സിംല ഗ്രൗണ്ടിൽ ഓണാഘോഷ പരിപാടികളും ഓണച്ചന്തയും ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ മീന സാജൻ, ലീല രാമകൃഷ്ണൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ സൗമ്യ സുരേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനില ജോസഫ്, സ്ഥിരം സമിതി അധ്യക്ഷരായ UV ഗിരീഷ്, സുഗിജ സുമേഷ്, PA ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് മെമ്പർമാരായ ആൻഡോ പോൾ, ജംഷീറ ഷിഹാബ്, പഞ്ചായത്ത് മെമ്പർ PN വിഷയകുമാർ, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി PA ദീപ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് മെമ്പർമാരും കുടുംബശ്രീ അംഗങ്ങളും അണിനിരുന്ന മെഗാ തിരുവാതിരക്കളിയും അരങ്ങേറി. തുടർന്ന് കലാപരിപാടികളും നടന്നു.
എരുമപ്പെട്ടി ഹോപ്പ് പബ്ലിക് സ്കൂളിൽ ഓണാഘോഷം വിവിധ കലാകായിക പരിപാടികളോടെ വർണ്ണാഭമായി നടന്നു. പൂക്കള മത്സരം, വടംവലി, ഉറിയടി, കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും ഫാഷൻ ഷോ, അധ്യാപികമാരുടെ തിരുവാതിരക്കളി തുടങ്ങിയ പരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. മത്സര വിജയികൾക്ക് സമ്മാനദാനവും നടത്തി. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷം വർണ്ണാഭമായി. തൃത്താല MLA VT ബൽറാം, ഷൊർണൂർ DYSP KC വിനു, തൃത്താല സർക്കിൾ ഇൻസ്പെക്ടർ കൃഷ്ണൻ K കാളിദാസൻ എന്നിവർ മുഖ്യാതിഥികളായി. സബ് ഇൻസ്പെക്ടർ K ഉണ്ണിയുടെ നേതൃത്വത്തിൽ നടന്ന വടംവലി മത്സരത്തിൽ 4 ടീമുകൾ പങ്കെടുത്തു. ആവേശകരമായ മത്സരത്തിനൊടുവിൽ SHO ടീം ജേതാക്കളായി. സ്പൂൺ റേസ്, കസേരകളി, വഞ്ചിപ്പാട്ട്, നാടൻപാട്ട് തുടങ്ങിയ പരിപാടികളും അരങ്ങേറി. പായസത്തോടുകൂടിയ ഓണസദ്യയുമുണ്ടായിരുന്നു. സബ് ഇൻസ്പെക്ടർ K ഉണ്ണി, മുൻ SIമാരായ T അരവിന്ദാക്ഷൻ, N ജ്യോതിപ്രകാശ്, ASIമാരായ KJ ജയൻ, ബിനീഷ്, K ഇന്ദിര, രാജീവ് കുമാർ NK, മാധ്യമപ്രവർത്തകരായ AC ഗീവർ ചാലിശ്ശേരി, പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി മാർ ബസേലിയസ് സ്കൂളിൽ ഒന്നിച്ചൊരു പൊന്നോണം ഓണോത്സവ് 2026 ആഘോഷിച്ചു. സ്നേഹവും സൗഹൃദവും ഒത്തൊരുമയും പൂക്കളത്തിൽ നിറം ചാർത്തിയപ്പോൾ ഓണാഘോഷങ്ങൾക്ക് വർണ്ണോജ്വലമായ തുടക്കമായി. മാവേലിയും വാമനനും പുലിയും ചെണ്ടക്കാരനും വേട്ടക്കാരനും മലയാളി മംഗമാരും അണിനിരുന്ന ഓണം സാംസ്കാരിക ഘോഷയാത്ര ഏറെ ശ്രദ്ധ ആകർഷിച്ചു. താലപ്പൊലിയുടെ അകമ്പടിയോടെ മാവേലിയും കൂട്ടരും വേദിയിൽ അണിനിരുന്നു. തുടർന്ന് ഓണക്കളികളും കുട്ടികളുടെ ഓണപ്പാട്ടും നൃത്താവതരണവും ഉണ്ടായിരുന്നു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥിനികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്നിച്ചൊരു പൊന്നോണം എന്ന ആശയത്തിനായി സംഘടിപ്പിച്ച 250ഓളം വിദ്യാർത്ഥിനികൾ പങ്കെടുത്ത മെഗാ തിരുവാതിരയും അമ്മമാരുടെ തിരുവാതിരക്കളിയും പരിപാടിക്ക് മാറ്റുകൂട്ടി. സ്കൂൾ മാനേജർ ഫാദർ ഗീവർഗീസ് ജോൺസൺ അധ്യക്ഷനായ ഓണാഘോഷം കാട്ടക്കാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. സഹവികാരി ഫാദർ എൽദോ സജു ഓണസന്ദേശം നൽകി. പ്രധാനാധ്യാപകൻ ജിബ്ലസ് ജോർജ് സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് സോണി സക്കറിയ, MPTA പ്രസിഡന്റ് അഞ്ജു സുധീഷ്, വാർഡ് മെമ്പർമാരായ ജിൻസി സജു, സ്വപ്ന പ്രിൻസ്, പള്ളി സെക്രട്ടറി അനീഷ് ജോർജ്, ട്രസ്റ്റി ജെയ്സൺ ചീരൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. അധ്യാപകരായ ഫെമി വർഗീസ്, ജിൻസി പി ജോസ്, സിസി KT, റഹ്മത്ത് VA, സരൂൺ K സൈമൺ എന്നിവർ നേതൃത്വം നൽകി. പുന്നൂർക്കുളം പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓണച്ചന്തയ്ക്ക് ആൽത്തറ തടാകം ടൗൺഷിപ്പ് ബിൽഡിംഗിൽ തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഓണവിപണനമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ധർമ്മൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കർഷകരിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ ചടങ്ങിൽ ഏറ്റുവാങ്ങി. കൃഷി ഓഫീസർ നൈമാൻ നൌഷാദ് അലി സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഷിജില സുരേഷ് നന്ദിയും പറഞ്ഞു. വാർഡ് മെമ്പർമാരായ സീന സുരേഷ്, EP സുഭാഷ്, ഷിമോദ് കാട്ടശ്ശേരി, ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ അഷ്കർ അറക്കൽ, പരൂർ പടവ് സെക്രട്ടറി അബ്ദുൾ ജബ്ബാർ, ADS അംഗങ്ങൾ, ജനപ്രതിനിധികൾ, പ്രദേശത്തെ കർഷകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പൊതുവിപണിയിലെ വിലക്കയറ്റം തടയുന്നതിനും വിഷരഹിതമായ നാടൻ കാർഷിക ഉൽപ്പന്നങ്ങൾ ന്യായവിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനുമാണ് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത സജ്ജമാക്കിയിരിക്കുന്നത്. ആഗസ്റ്റ് 25-ന് ഓണച്ചന്ത സമാപിക്കും. കടങ്ങോട് മണ്ഡലം 1, 20, 21 വാർഡ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഓണക്കോടിയും ഓണക്കിറ്റും വിതരണം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി PT അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. ജോസ് ചിറ്റിലപ്പള്ളി അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി K ജയശങ്കർ, സലാം വലിയകത്ത്, MH നൌഷാദ്, MS അഷ്റഫ്, കരീം പന്നിത്തടം, MS ബഷീർ, PC ഗോപാലകൃഷ്ണൻ, PV പ്രസാദ് എന്നിവർ സംസാരിച്ചു. മികച്ച പൊതുപ്രവർത്തകനുള്ള VM കൊളക്കാട്ട് മെമ്മോറിയൽ 4ാമത് പുരസ്കാരം PT അജയ് മോഹന് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം സമർപ്പിച്ചു. 20ാം വാർഡ് ആശാവർക്കറായ ജോളി തോമസിനെ വാർഡ് മെമ്പർ സൈബുനീസ ഷർഫു പൊന്നാട അണിയിച്ച് ആദരിച്ചു. കേച്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. മണലിയിൽ നടത്തിയ പൂക്കൃഷിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് ധനേഷ് ചുള്ളിക്കാട്ടിൽ നിർവഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആന്റോ പോൾ, ബാങ്ക് മുൻ പ്രസിഡന്റ് I വേണുഗോപാൽ, ബാങ്ക് സെക്രട്ടറി PA ഡേവിസ്, ബാങ്ക് ഡയറക്ടർമാരായ MR ജോയി, മുസ്തഫ കേച്ചേരി, സൗമ്യ രൂപേഷ്, ഷഹീന അബ്ദുൽ സലാം എന്നിവരും ബാങ്ക് ജീവനക്കാരും വിളവെടുപ്പ് ചടങ്ങിൽ സംബന്ധിച്ചു. അമ്മയ്ക്കൊരു ഓണക്കോടിയുമായി കോൺഗ്രസ് പ്രവർത്തകർ. ചാവക്കാട് നഗരസഭ 3ാം വാർഡ് തിരുവത്ര നോർത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വാർഡിലെ 70 വയസ്സ് പൂർത്തീകരിച്ച അമ്മമാർക്ക് ഓണക്കോടിയും വാർഡിലെ മുഴുവൻ വീടുകളിലും പായസക്കിറ്റും വിതരണം ചെയ്തത്. UDF കൺവീനർ KV ഷാനവാസ്, INTUC ജില്ലാ സെക്രട്ടറി MS ശിവദാസ്, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കോനാരത്ത് ഷുക്കൂർ, 3ാം വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് EP ഷാഫി, മണ്ഡലം സെക്രട്ടറി AS സജിത്ത്, KMT ഷഹീബ്, മജീദ്, സുരേഷ്, അഷ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ALP സ്കൂൾ ഞമനേങ്ങാട്,
കണ്ടംപുള്ളി സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ നടത്തി. വാർഡ് മെമ്പർ നിഷ ബിനോജ് ഉദ്ഘാടനം ചെയ്തു. ജപ്പാനിൽ നിന്നും എത്തിയ യു സുസാറ്റോയാണ് മുഖ്യാതിഥിയായി പങ്കെടുത്തത്. ഞമനങ്ങാട് ബോധിധർമ്മ പ്രത്യേക ക്ഷണിതാവായാണ് ഇവർ കേരളത്തിലെത്തിയത്. തുടർന്ന് അത്തക്കള മത്സരം, മലയാളി മംഗ മത്സരം, കസേരകളി, സ്പൂൺ റേസിംഗ്, രക്ഷിതാക്കളുടെ മത്സരങ്ങൾ എന്നിവ നടത്തി വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. കുട്ടികൾക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. പരിപാടിയിൽ മാനേജർ മനോജ്, ഹെഡ്മിസ്ട്രസ് രമാദേവി എന്നിവർ നേതൃത്വം നൽകി. അധ്യാപകർ, PTA അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ചൂണ്ടൽ പഞ്ചായത്തിലെ തായങ്കാവ് 47 നമ്പർ ആലത്തിയൂർ നമ്പി അംഗൻവാടിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശൈലജ പുഷ്പാകരൻ ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി മോണിറ്ററിംഗ് സമിതി അംഗം CI മോഹൻദാസ് ഓണസന്ദേശം നൽകി. ചടങ്ങിൽ അംഗൻവാടി വിദ്യാർത്ഥികൾക്ക് ഓണസമ്മാനങ്ങൾ വിതരണം ചെയ്തു. അംഗൻവാടി ടീച്ചർ ശ്രുതി, ഹെൽപ്പർ അൽഫോൺസ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ കസേരക്കളി, ഉറിയടി, മാലകോർക്കൽ തുടങ്ങിയ മത്സരങ്ങളും നടത്തി. വിദ്യാർത്ഥികൾക്കും വിശിഷ്ടാതിഥികൾക്കുമായി ഓണസദ്യയും ഉണ്ടായിരുന്നു. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഐക്യവും സൗഹൃദവും പങ്കുവച്ച് ചാവക്കാട് BRCയുടെ നേതൃത്വത്തിൽ പാലുവായ് സെന്റ് ആന്റണീസ് UP സ്കൂളിൽ പഠിക്കുന്ന നവനീത് കൃഷ്ണയുടെ വീട്ടിൽ വെച്ച് ഓണച്ചങ്ങാതി സംഘടിപ്പിച്ചു. ഓണത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും പുതുതലമുറയിലേക്ക് പകരുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ഓണച്ചങ്ങാതി ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ നിഷിത ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. BPC MT സംഗീത അധ്യക്ഷയായി. ചാവക്കാട് AO VB സിന്ധു വിശിഷ്ടാതിഥിയായി. ചാവക്കാട് BRC ട്രെയിനർ AV മനോജ്, സെന്റ് ആന്റണീസ് UP സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ നോയൽ, കാവീട് HMA LP സ്കൂൾ അധ്യാപിക VK ശ്രീവിദ്യ, PV ജോളി എന്നിവർ സംസാരിച്ചു. വിദ്യാലയത്തിൽ നടന്ന ഓണാഘോഷ പരിപാടിയിൽ ശാരീരിക പരിമിതികളാൽ എത്തിച്ചേരാൻ കഴിയാതിരുന്ന നവനീത് കൃഷ്ണയ്ക്കായി ഓണച്ചങ്ങാതിയുടെ ഭാഗമായി സഹപാഠികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. എത്തിച്ചേർന്ന എല്ലാവർക്കും പായസവും വിതരണം ചെയ്തു. ജീവകാരുണ്യ സംഘടനയായ സുഹൃതം തിരുവെങ്കിടത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവോണ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൊടയിൽ കമ്മ്യൂണിറ്റി ഹാളിൽ ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ M സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സുഹൃതം പ്രസിഡന്റ് CD ജോൺസൺ അധ്യക്ഷത വഹിച്ചു. നടി അനില C തോമസ് മുഖ്യാതിഥിയായിരുന്നു. കോർഡിനേറ്റർ ബാലൻ വാറനാട്ട്, സെക്രട്ടറി രാജൻ പുഷ്പാഞ്ജലി, ഷാജി താനപ്പറമ്പിൽ, സലിജ സുജിത്, ആൻഡോ കാക്കശ്ശേരി, PI സൈമൺ തുടങ്ങിയവർ സംസാരിച്ചു. 100ഓളം അമ്മമാർക്ക് 1000 രൂപ പ്രതിമാസ പെൻഷൻ, ഓണക്കിറ്റ്, ഓണപ്പുടവ എന്നിവ നൽകി. ഓണസദ്യയും കലാപരിപാടികളും ഉണ്ടായിരുന്നു. കടങ്ങോട് 18-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓണാഘോഷ പരിപാടി KPCC ജനറൽ സെക്രട്ടറി PT അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു അധ്യക്ഷനായി. UDF കടങ്ങോട് മണ്ഡലം ചെയർമാൻ സജീവ് ചാത്തനാത്ത്, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി TK സുബ്രഹ്മണ്യൻ, വൈസ് പ്രസിഡന്റുമാരായ സുനിൽ ചെറമനങ്ങാട്, റഫീഖ് ഐനിക്കുന്നത്, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി വിഷ്ണു ചെറമനങ്ങാട്, മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡൽ നേടിയ സബ് ഇൻസ്പെക്ടർ CK ഷാജു, കടങ്ങോട് പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ ഷാജു P ചാക്കോ, INTUC കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് PU പ്രകാശൻ എന്നിവരെ ആദരിച്ചു. വാർഡ് പ്രസിഡന്റ് പ്രഭാകരൻ കല്ലായി സ്വാഗതവും സിന്ധു മണികണ്ഠൻ നന്ദിയും പറഞ്ഞു. കാട്ടകമ്പൽ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ സംസ്ഥാന കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ 3 ദിവസങ്ങളിലായി നടത്തുന്ന കർഷക ചന്തയുടെ ഉദ്ഘാടനം കാട്ടകമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ അരുൺദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിജയ ഗോപി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ബാർ അസോസിയേഷന്റെയും ലോയേഴ്സ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കോടതി അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രിനു P വർക്കി അധ്യക്ഷത വഹിച്ചു. കേരള ബാർ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ജോസ് മേച്ചേരി, തൃശൂർ ബാർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ് കൂനത്ത്, കുന്നംകുളം ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് മാത്യു ചാക്കപ്പൻ, ലോയേഴ്സ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജ്യോതിലക്ഷ്മി, അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ പ്രസിഡന്റ് വിശ്വംഭരൻ തുടങ്ങിയവർ സംസാരിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി വിഭവസമൃദ്ധമായ ഓണസദ്യയും വിവിധ കലാപരിപാടികളും പരമ്പരാഗത ഓണക്കളികളും അരങ്ങേറി. അസോസിയേഷനിലെ അഭിഭാഷകരും ജീവനക്കാരും പങ്കെടുത്തു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷവും ഓണക്കുട വിതരണവും സംഘടിപ്പിച്ചു. ബദനി സ്കൂൾ മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് TG സുന്ദർലാൽ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ജയപ്രകാശ് ഇലവന്ത്ര അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോസ് മാളിയേക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്രവാസി വ്യവസായി വിശ്വനാഥൻ ചുള്ളിയിൽ മുഖ്യാതിഥിയായി. ജേർണലിസ്റ്റ് യൂണിയൻ മേഖലാ സെക്രട്ടറി KA വാസു മാസ്റ്റർ, മേഖലാ കമ്മിറ്റി അംഗം ദിവിത കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു.
ഓണക്കുടയുടെ വിതരണോദ്ഘാടനം മേഖലയിലെ മുതിർന്ന അംഗം ശരത് താമരയൂരിന് നൽകിക്കൊണ്ട് ജില്ലാ പ്രസിഡന്റ് ടി.ജി. സുന്ദർലാൽ നിർവഹിച്ചു. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പെഞ്ഞാമുക്ക് 16-ാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളി സംഗമത്തിന്റെയും ഓണാഘോഷത്തിന്റെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ നിർവഹിച്ചു. ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പറും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ CK സദാനന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തൊഴിലുറപ്പ് പ്രവർത്തകരായ ലിസി ജോസ്, ബിന്ദു, അജിത രാജൻ എന്നിവർ സംസാരിച്ചു. തൊഴിലുറപ്പ് പ്രവർത്തകരുടെ കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു. ആർത്താറ്റ് സ്മൃതിപഥം ഡിമെൻഷ്യ സെന്ററിലെ അന്തേവാസികൾക്കായി സേവാഭാരതി കുന്നംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണസദ്യയും സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ഓണപ്പുടവ വിതരണവും സംഘടിപ്പിച്ചു. ചടങ്ങ് പ്രമുഖ സൈക്കോളജിസ്റ്റ് ഡോക്ടർ CD അനൂപ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, സൈക്യാട്രിസ്റ്റ് അഞ്ജു കൃഷ്ണജി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. സേവാഭാരതി കുന്നംകുളം യൂണിറ്റ് സെക്രട്ടറി രാജേഷ് മാമ്പുള്ളി, സംസ്ഥാന സെക്രട്ടറി സുരേഷ് കുമാർ, ഡിമെൻഷ്യ വെൽനസ് സ്പെഷ്യലിസ്റ്റ് സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സേവാഭാരതി പ്രവർത്തകരായ ശങ്കരനാരായണൻ, പ്രശാന്ത്, സനൽ, അശോകൻ, സിമി രാജേഷ്, രാഗി, സന്ധ്യ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സംസ്ഥാന തലത്തിൽ നടന്ന ഗ്രാപ്ലിംഗ് മത്സരത്തിൽ ഗോൾഡ് മെഡൽ ലഭിച്ച സാന്ദ്ര ഐറിനെയും സിൽവർ മെഡൽ നേടിയ KNS K റിനോൾഡിനെയും CPI എരുമപ്പെട്ടി ലോക്കൽ കമ്മിറ്റി അനുമോദിച്ചു. കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത് പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി. സിൽവർ മെഡൽ നേടിയ KNS K റിനോൾഡിനെ കുന്നംകുളം മണ്ഡലം കമ്മിറ്റി അംഗം KV ശങ്കരനാരായണൻ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. എരുമപ്പെട്ടി ലോക്കൽ സെക്രട്ടറി ജോണി ആളൂർ, കമ്മിറ്റി അംഗം ഷൈജു തൈക്കാടൻ എന്നിവർ നേതൃത്വം നൽകി. സാന്ദ്ര ഐറിനും KNS K റിനോൾഡും CPI എരുമപ്പെട്ടി ലോക്കൽ കമ്മിറ്റി അംഗം റിനോൾഡിന്റെ മക്കളാണ്. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് സദ്ഗമയ സ്പെഷ്യൽ പ്രൊജക്ട് സെന്റർ അടച്ചുപൂട്ടി. നളിനി മോഹനകൃഷ്ണൻ സ്മാരക സപ്തതി മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ഡിസ്പെൻസറിയിൽ 2018 ആരംഭിച്ച സദ്ഗമയ സ്പെഷ്യൽ പ്രൊജക്ട് സെന്ററിന്റെ പ്രവർത്തനമാണ് നിലച്ചത്. ജില്ലയ്ക്കകത്തുനിന്നും പുറത്തുനിന്നുമായി 1200-ൽ പരം കുട്ടികൾക്ക് ആശ്വാസമായിരുന്ന കേന്ദ്രം അടച്ചുപൂട്ടിയ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും ഭരണസമിതിയുടെ പിടിപ്പുകേടാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും UDF വിളിയങ്കോട് പഞ്ചായത്ത് ഉന്നതാധികാര സമിതി യോഗം അഭിപ്രായപ്പെട്ടു. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ KK ബീരാൻകുട്ടി അധ്യക്ഷത വഹിച്ച യോഗം UDF പൊന്നാനി നിയോജക മണ്ഡലം കൺവീനർ കല്ലാട്ടൽ ഷംസു ഉദ്ഘാടനം ചെയ്തു. സദ്ഗമയെക്കുറിച്ചും കേന്ദ്രത്തിന്റെ കഴിഞ്ഞകാല നടത്തിപ്പിനെ സംബന്ധിച്ചും അദ്ദേഹം വിശദീകരിച്ചു. ADHD, ഓട്ടിസം, സെറിബ്രൽ പാൾസി, ജനിതക വൈകല്യങ്ങൾ, സ്വഭാവ വൈകല്യങ്ങൾ, സംസാര വൈകല്യങ്ങൾ എന്നിവയിൽ പ്രയാസമുള്ള കുട്ടികൾക്ക് സൗജന്യ നിരക്കിൽ സേവനം നൽകുന്ന ഈ കേന്ദ്രത്തിൽ സൈക്കോളജിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ, സ്പീച്ച് തെറാപ്പിസ്റ്റ്, കെയർടേക്കർ എന്നീ ജീവനക്കാരുടെ സേവനം ഉപയോഗിച്ചാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം നടത്തിവരുന്നത്. ജില്ലാതലത്തിൽ മാത്രം പ്രവർത്തനം നടത്തുന്ന സദ്ഗമയ പദ്ധതി കേരളത്തിൽ ആദ്യമായാണ് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിലെ ഫണ്ട് വിനിയോഗിച്ച് താഴത്തേൽപ്പടിയിൽ പ്രവർത്തിച്ചുവരുന്ന ഹോമിയോ ആയുഷ് NHM പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ആരംഭിച്ചത്. തുടക്കത്തിൽ ആഴ്ചയിൽ 1 ദിവസം മാത്രമായിരുന്ന പ്രവർത്തനം കുട്ടികളുടെ എണ്ണം കൂടിയതിനെ തുടർന്ന് 3 ദിവസമായും പിന്നീട് 5 ദിവസമായും ഉയർത്തി. 2018 മുതൽ 25 വരെ 1200-ൽ പരം കുട്ടികൾക്കാണ് കേന്ദ്രത്തിൽ നിന്നും സേവനം ലഭിച്ചത്. പ്രതിവർഷം ശരാശരി 13 ലക്ഷം രൂപയോളം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സദ്ഗമയ കേന്ദ്രത്തിന്റെ പ്രവർത്തനം നടത്തി വന്നിരുന്നത്. തെറാപ്പി പെട്ടെന്ന് നിർത്തുന്നത് കുട്ടികളുടെ ഭാവിയെ ഇരുട്ടിലാക്കുമെന്നും തീരുമാനം പുനഃപരിശോധിച്ച് കേന്ദ്രം തുടർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ട അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. UDF നേതാക്കളായ ഷാജി കാളിയത്തേൽ, ഷമീർ ഇടിയാട്ടേൽ, KM അനന്തകൃഷ്ണൻ, TA മജീദ്, CK പ്രഭാകരൻ, സുരേഷ് പാട്ടത്തിൽ, TP മുഹമ്മദ്, മജീദ് പാടിയോടത്ത്, KP കമറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. അതേസമയം സദ്ഗമയ പദ്ധതി ജില്ലാ കളക്ടറുടെ അടിയന്തര ഇടപെടൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പുതിയ സർക്കാർ വന്നതിനുശേഷം കോർഡിനേഷൻ കമ്മിറ്റി പുനഃക്രമീകരിച്ച് ഇതുവരെയായി യോഗം ചേർന്നിട്ടുമില്ല. വളരെ പ്രധാനപ്പെട്ട ഈ പദ്ധതി തുടർന്നു പോകുന്നതിനും ശമ്പള കുടിശ്ശിക തീർത്തു നൽകുന്നതിനും കോർഡിനേഷൻ കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി പദ്ധതി അനുമതി നൽകേണ്ടതുണ്ട്. ആയതിനാൽ കോർഡിനേഷൻ കമ്മിറ്റി യോഗം പെട്ടെന്ന് ചേരുന്നതിനും അതിൽ ഈ വിഷയം അജണ്ടയാക്കുന്നതിനും ജില്ലാ കളക്ടറുടെ ഇടപെടൽ തേടിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബബിത നൌഫൽ, വൈസ് പ്രസിഡന്റ് പ്രബിത പുല്ലൂണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ P പ്രിയ, പ്രിൻസി നെല്ലിക്കൽ തുടങ്ങിയവർ ജില്ലാ കളക്ടറെ സന്ദർശിച്ച് രേഖാമൂലം അഭ്യർത്ഥന കൈമാറി. ഇക്കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ 17-ാം വാർഡ് മെമ്പർ K സിദ്ദിഖാണ് സദ്ഗമയ ജീവനക്കാരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിച്ചത്. തൃശൂർ ബോൺ ആൻഡ് ജോയിന്റ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പന്താവൂർ പുഷ്കാസ് ടർഫിൽ നടന്ന ഇന്റർ സ്പെഷ്യൽ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിൽ ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ പങ്കെടുത്തു. സമ്മാനദാനം നിർവഹിച്ച IM വിജയന്റെ അനുഗ്രഹം തേടിയും
ആശ്ലേഷിച്ചും ഹാപ്പി ഓണം പറഞ്ഞും ചൈതന്യ താരങ്ങൾ ശ്രദ്ധേയരായി. ചൈതന്യയ്ക്ക് വേണ്ടി ഗോളടിച്ച മൻസൂറിന് പ്രത്യേക സമ്മാനം നൽകുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. പ്രോത്സാഹന സമ്മാനങ്ങളുമായിട്ടാണ് ടീം മടങ്ങിയത്. ചൈതന്യയിലെ അധ്യാപകരായ ഷാഗി കെ ശിവൻ, സൗമ്യ എന്നിവർ നേതൃത്വം നൽകി. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കടവല്ലൂർ എടയൂർ ശ്രീലക്ഷ്മണസ്വാമി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ 8 കീഴടങ്ങളിൽ ഒന്നായ 500-ലേറെ വർഷം പഴക്കമുള്ള ക്ഷേത്ര കാട്ടമ്പലം എന്ന പേരിലും അറിയപ്പെടുന്നു. വേദപരീക്ഷയായ അന്യോന്യത്തിനായി എത്തുന്ന തിരുനാവായ സ്വരൂപക്കാർ ക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപത്തിൽ വേദപരിശീലനം നടത്തുന്നത് ഇന്നും പതിവാണ്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ നരസിംഹസ്വാമിയുടെ ബിംബത്തിൽ പൊട്ടലുണ്ടാവുകയും കാലപ്പഴക്കത്താൽ ശ്രീകോവിലിനും ഉപദേവതയായ ലക്ഷ്മണസ്വാമിയുടെ ശ്രീകോവിലിനും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതോടെയാണ് പുനരുദ്ധാരണത്തിന് നടപടി ആരംഭിച്ചത്. ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ പാടൂർ പ്രമോദ് പണിക്കരും ദേശപ്പണിക്കരായ അരവിന്ദനും നടത്തിയ അഷ്ടമംഗല പ്രശ്നവിധിയുടെ അടിസ്ഥാനത്തിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തച്ചുശാസ്ത്ര വിദഗ്ധൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ വാസ്തുവിദ്യാ നിർദ്ദേശപ്രകാരം ഏകദേശം 1.5 കോടി രൂപ ചെലവിലാണ് നവീകരണം. ആദ്യഘട്ടത്തിൽ 50 ലക്ഷം രൂപ ചിലവഴിച്ച ഇരുനില മുഖമണ്ഡപത്തോടുകൂടിയ നരസിംഹസ്വാമിയുടെ ശ്രീകോവിലും ബിംബവും പ്രധാനമായും പുനരുദ്ധരിക്കും. സ്വദേശത്തും വിദേശത്തുമുള്ള ഭക്തജനങ്ങളുടെ സഹായ സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. 2027 ഏപ്രിലിൽ പുനഃപ്രതിഷ്ഠ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് മോഹൻദാസ്, സെക്രട്ടറി മുരളീധരൻ, വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ എന്നിവർ അറിയിച്ചു. ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. വിഗ്രഹം പൊട്ടിയതിനെ തുടർന്ന് പ്രശ്നചിന്ത നടത്തുകയും തുടർന്ന് കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് 1.5 കോടിയിൽ കൂടുതൽ ചെലവ് വരുന്ന ഒരു പദ്ധതിയാണുള്ളത്. ഇപ്പോൾ നരസിംഹമൂർത്തി ശ്രീകോവിലിൻ്റെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ മുഖപ്പും മറ്റതൊക്കെ മേൽക്കൂരയൊക്കെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശില്പി ജയൻ പാത്രമംഗലം എന്ന ശില്പിയാണത് ഏറ്റെടുത്തത്. വളരെ ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പ്രവർത്തനങ്ങളും ഉടനെ തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാത്രമംഗലം സ്വദേശിയും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ശില്പകലാ അധ്യാപകനുമായ ജയന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 30-ലേറെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ജയന്റെ പാലക്കാട് പെരിങ്ങോട്ടുകാവിൽ മരത്തിൽ തീർത്ത ഭദ്രകാളി ബിംബവും ആഫ്രിക്കയിലെ ബോട്സ്വാനയിലെ ബാലാജി ക്ഷേത്രത്തിന്റെ ഗോപുരവാതിലും ശ്രദ്ധേയമാണ്. കടവല്ലൂർ പഞ്ചായത്തിലെ കരിക്കാട് വിഷ്ണു ക്ഷേത്രം, കൊരട്ടിക്കര വിഷ്ണുഭഗവതി ക്ഷേത്രം എന്നിവയുടെ നവീകരണ പ്രവർത്തനങ്ങളും ജയന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. എടയൂർ ക്ഷേത്രത്തിലെ നരസിംഹസ്വാമി ശ്രീകോവിലിന്റെ മേൽക്കൂരയിൽ നിർമ്മിച്ചിരിക്കുന്ന തിരിവളയും പഴമയുടെ പ്രൗഢി ഓർമ്മിപ്പിക്കുന്ന ജയന്റെ ശ്രദ്ധേയമായ പുതിയ നിർമ്മാണമാണ്. പെങ്ങാമുക്ക് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ മെഗാസംഗമം ഓഗസ്റ്റ് 28-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്മൃതി തീരം, കുന്നത്തെ സ്കൂളും കുന്നോളം ഓർമ്മകളും എന്ന പേരിലാണ് പെങ്ങാമുക്ക് ഹൈസ്കൂളിലെ മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. പൂർവ്വ വിദ്യാർത്ഥി സംഗമം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. കാട്ടുകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സംബന്ധിക്കും. പൂർവ്വകാല അധ്യാപകരെ ആദരിക്കൽ, ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂളിലെ പൂർവ്വകാല വിദ്യാർത്ഥികളായ കലാ സാംസ്കാരിക കായിക മേഖലകളിൽ പ്രതിഭകളായവർ, കാട്ടകാമ്പാൽ പഞ്ചായത്തിന്റെ മുൻ അധ്യക്ഷരായവർ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷരായിരുന്നവർ, 1970 മുമ്പുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവരെ ആദരിക്കും. പൂർവ്വ വിദ്യാർത്ഥികളായ എഴുത്തുകാരുടെ കൃതികളുടെ പ്രദർശനം ബുക്ക് കോർണർ എന്ന പേരിലും വിദ്യാലയത്തിലെ പഠനകാലയളവിൽ എടുത്ത ഫോട്ടോകളുടെ പ്രദർശനം ഓർമ്മ ക്ലിക്ക് എന്ന പേരിലും പ്രദർശിപ്പിക്കും. പരിപാടിയുടെ വിജയത്തിനായി രൂപീകരിച്ച വിവിധ സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മെഗാ സംഗമത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഏകദേശം 700-ലേറെ പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കാളികളാകുന്നതിനായി എത്തിച്ചേരുമെന്ന് സംഘാടകർ പറയുന്നു. സ്കൂൾ മാനേജ്മെന്റിന്റെയും സ്കൂൾ സ്റ്റാഫ്, വിദ്യാർത്ഥികൾ, പ്രദേശവാസികൾ എന്നിവരുടെ സഹായത്തോടെയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് തയ്യാറെടുക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ KB തമ്പി മാസ്റ്റർ, CG ഷനോജ, TK രാജൻ, NR രജീഷ്, KK ഷബീർ എന്നിവർ പങ്കെടുത്തു. സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകളിൽ നേരിട്ടെത്തിക്കുക, പെൻഷൻ അട്ടിമറിക്കുന്ന UDF സർക്കാരിനെതിരെ പ്രതിഷേധം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെൻഷൻ ഗുണഭോക്താക്കളുടെ നേതൃത്വത്തിൽ മാറഞ്ചേരി വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് E സിന്ധു ഉദ്ഘാടനം ചെയ്തു. E ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. PC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. AP വാസു, KP രാജൻ, നൌഷാദ് പത്തായി എന്നിവർ സംസാരിച്ചു. ധനശേഖരൻ പനമുക്കിൽ നന്ദി പറഞ്ഞു.
അകലാട് മർക്കസിന്റെ നേതൃത്വത്തിൽ ഹുബുൽ ഹബീബ് 2026 ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. അകലാട് മർക്കസ് പ്രിൻസിപ്പൽ റിഷാദ് സഖാഫി പരൂർ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം കൺവീനർ അലി സ്വാഗതം പറഞ്ഞു. ഹുബുൽ റസൂൽ ചെയർമാൻ റിയാസ് പാളിലി അധ്യക്ഷത വഹിച്ച് പ്രാർത്ഥന നിർവഹിച്ചു. അകലാട് മർക്കസ് പ്രിൻസിപ്പൽ റിഷാദ് സഖാഫി ഹംസ മുസ്ലിയാർ നസീഹത്ത് നടത്തിയ വേദിയിൽ മർക്കസ് അകലാട് ഷംസുദ്ദീൻ ഹാജി, കേരള മുസ്ലിം ജമാഅത്ത് അകലാട് യൂണിറ്റ് പ്രസിഡന്റ് AP ഉസ്മാൻ, രക്ഷാധികാരികളായ KMA ഖബീർ, മുഹമ്മദ് അലി തുടങ്ങിയവരും സിക്കന്ദർ ബാദുഷാ സഖാഫിയും പങ്കെടുത്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ 8 നോമ്പ് പെരുന്നാളിന് ഞായറാഴ്ച കൊടിയേറും. രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ പെരുന്നാൾ കൊടിയേറ്റം നിർവഹിക്കും. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് നോമ്പാചരണം നടക്കുന്നത്. പെരുന്നാളിന് വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള 51 അംഗ കമ്മിറ്റി നേതൃത്വം നൽകും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,950 രൂപ, പവന് 1,19,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ. ചരമം വടക്കേക്കാട് മുക്കിലെ പീഡിക സെന്ററിൽ ഫാൻസി ആൻഡ് ഫുഡ് ഫെയർ ഷോപ്പ് നടത്തുന്ന എടക്കര റോഡ് കുറുങ്കാട്ടിൽ അബ്ദുറഹ്മാൻ നിര്യാതനായി. 64 വയസ്സായിരുന്നു. ഖബറടക്കം ഇരിഞ്ഞിപ്പടി ജുമാ മസ്ജിദിൽ നടത്തി. നസീമ ഭാര്യയും അസ്ഹറുദ്ദീൻ, റൈഹാന എന്നിവർ മക്കളുമാണ്. പുന്നേർക്കുളം ചമ്മന്നൂർ പരേതനായ ഭണ്ഡാരപ്പറമ്പിൽ അറുമുഖൻ ഭാര്യ തങ്കം ടീച്ചർ നിര്യാതയായി. 88 വയസ്സായിരുന്നു. റിട്ടയേർഡ് അധ്യാപികയാണ് പരേത. സംസ്കാരം നടത്തി. മുരളി, വത്സലൻ, ജലജ, രമണി എന്നിവർ മക്കളാണ്. കോനമൂച്ചി തരകൻ മേലിട്ട് ചാക്കുണ്ണി മകൾ ബിജി നിര്യാതയായി. 50 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പറപ്പൂർ സെന്റ് ജോൺ നിപ്പുസ്യൻ ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടത്തും. പൂച്ചട്ടി സ്കൂളിലെ അധ്യാപികയാണ് പരേത. ജോജു ഭർത്താവാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ചിങ്ങമാസത്തിലെ ആദ്യ ഞായറാഴ്ചയായ നാളെ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ 434 വിവാഹങ്ങൾ. ചരിത്രത്തിൽ ആദ്യമായാണ് ഒറ്റ ദിവസം ഇത്രയധികം വിവാഹങ്ങൾ നടക്കുന്നത്. താലികെട്ടിന് തൊട്ടു മുമ്പ് വരെ വിവാഹം ചീട്ടാക്കാം എന്നതിനാൽ നിലവിലെ എണ്ണം ഇനിയും വർദ്ധിക്കാൻ സാധ്യത. കുന്നംകുളത്തെ ഓണാഘോഷങ്ങളിലെ അനിവാര്യതയായ ഓണത്തല്ല് 27-ന് നടക്കും. 2 ഓണ ദിവസം കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ സജ്ജമാക്കുന്ന പ്രത്യേക വേദിയിലാണ് ഓണത്തല്ല് അരങ്ങേറുക. നാട് ഓണാഘോഷ തിമിർപ്പിൽ. സ്കൂളുകളിലും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വൈവിധ്യമാർന്ന ഓണാഘോഷങ്ങൾ. ഓണച്ചന്തകളും സജീവം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.